ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനും എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഒരു കപ്പ് ചോറും ഒരു മുട്ടയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ചോറാണെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ടയും കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നേരിട്ട് മുട്ടയും ചോറും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരയാനായിട്ട് പാടില്ല. ചെറിയൊരു തരിയോട് കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള പൊടിയുടെ അളവ് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതുവരെ നമുക്കിതിലേക്ക് അരിപ്പൊടിയോ കടലപ്പൊടിയോ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി ഇതിലേക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് റെഡിയാക്കി കിട്ടണം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതേ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നാലാണ് ഉൾഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പുറം ഭാഗമൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്